കുറേ പാവം മനുഷ്യർക്ക്, നടന്മാർക്ക്, നടികൾക്ക് അമ്മ സംഘടന മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ വീഡിയോയാണ് നമ്മൾ പ്രാവശ്യം ചെയ്യുന്നത്. അമ്മ സംഘടനയിൽ അടി നടക്കുന്നുണ്ട്, തിക്കും തിരക്കും വളകം നടക്കുന്നുണ്ട്, അതൊന്നും നമ്മുടെ വിഷയമല്ല. അതൊക്കെ അവരുടെ നേതൃസ്ഥാനത്ത് വരാൻ വേണ്ടി അവരുടേതായുള്ള വഴികൾ അവർ നോക്കട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. അമ്മ സംഘടന തുടങ്ങിയിട്ട് 30 കൊല്ലമായി. 30 കൊല്ലമായിട്ട് 20 വർഷം തികച്ചവർക്കാണ് 5000 രൂപ നമ്മുടെ കൈനീട്ടം കൊടുക്കുന്നത്. അത് ഇപ്പോഴത്തെ പുതിയൊരു ഭരണസമിതി വന്നപ്പോൾ അത് 6500 രൂപയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടാനായിട്ട് പല നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളൊക്കെ ആ നിബന്ധനകളെല്ലാം നമ്മൾ ഓക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും മെമ്പർഷിപ്പ് കിട്ടില്ല. കാരണം എന്താണ്? അമ്മയ്ക്ക് 15 കോടി രൂപയുടെ ആസ്തിയുണ്ട്. 15 കോടി രൂപ ബാങ്കിലുണ്ട് ക്യാഷായിട്ട്. അതിൻ്റെ പലിശ എടുത്തിട്ടാണ് ഈ നമ്മുടെ കൈനീട്ടം എന്ന് പറഞ്ഞിട്ട് ഓണ കൈനീട്ടം, വിഷു കൈനീട്ടം എല്ലാ മാസം അമ്മ കൊടുക്കുന്നത്. അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ള വലിയ വലിയ നടന്മാർ സ്റ്റേജ് ഷോ നടത്തി അവരെ വേർപ്പിൻ്റെ പൈസയാണ് ഈ 15 കോടി രൂപ. അതുപോലെ തന്നെ പല ആർട്ടിസ്റ്റുകളും, എല്ലാ ആർട്ടിസ്റ്റുകളും സഹകരിച്ചു കൊണ്ടാണ് സിനിമ പിടിച്ചു, അതിൽ നിന്ന് നല്ല ലാഭം കിട്ടി. അതുപോലെ തന്നെ സ്റ്റേജ് ഷോകൾ നടത്തുന്നു. ഇപ്പോൾ എല്ലാ സീസണിലും ഓരോ ഷോ മഴയിൽ മനോരമയിൽ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രാവശ്യം കാശ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മുൻപന്തിയിൽ കഷ്ടപ്പെടുന്നതൊക്കെ മമ്മൂട്ടി, മോഹൻലാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ 15 കോടി രൂപ ആസ്തിയുണ്ട്. പക്ഷേ ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ നെറുകേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നടൻ ഒരു 4-5 സിനിമയിൽ അഭിനയിച്ച അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കണ്ടേ? അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാലല്ലേ ഇവിടെ പല ഭരണസമിതികളും മാറാനും അതുപോലെ തന്നെ അവർക്ക് കുറേ ആൾക്കാർ വരുമ്പോൾ അവർക്ക് മുൻഗണന കിട്ടാനും എല്ലാത്തിനും നല്ലതല്ലത്. ഇതിപ്പോൾ കുറച്ച് ആൾക്കാർ പങ്കെടുക്കും, കുറച്ച് ആൾക്കാർ പങ്കെടുക്കില്ല. ഇപ്പോൾ യൂത്തന്മാരാരും അമ്മ സംഘടനയിൽ ഒരു മീറ്റിങ്ങിനും പോകുന്നില്ല. നമ്മുടെ വിഷയം അതൊന്നല്ല. നമ്മുടെ വിഷയം പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പല ആൾക്കാരും ഈ ഒരാളെ മാത്രം ചൂണ്ടിക്കാട്ടി പറയല്ല. നമ്മൾ ജോൺസൺ മഞ്ഞളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടനുണ്ട്. ആ നടനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100-300 സിനിമകളിൽ അഭിനയിച്ച നടനാണ്. അദ്ദേഹം ഒരു സംവിധായകനാണ്. അദ്ദേഹം കലാനിലയം നാടക സ്റ്റേജിലെ മെയിൻ ആർട്ടിസ്റ്റായിരുന്നു. തൃശ്ശൂർകാരനാണ്. അദ്ദേഹം ഇവിടെ നിന്നൊക്കെ സ്ഥലമൊക്കെ വിറ്റ് എറണാകുളത്ത് വളരെ കൊല്ലങ്ങളായിട്ട് താമസിക്കുകയാണ്. അദ്ദേഹത്തിനൊരു മകനുണ്ട്. ഒരു കുടുംബമടക്കം അവിടെയാണ് താമസിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ അമ്മയിൽ സംഘടനയിൽ 10000 രൂപയായിരുന്നു തുടക്കത്തിലെ മെമ്പർഷിപ്പ്. ആ 10000 രൂപ കൊണ്ടു കൊടുത്തപ്പോൾ മൂപ്പർക്ക് മെമ്പർഷിപ്പ് കിട്ടിയില്ല. അങ്ങനെ മമ്മൂട്ടിയോട് പറഞ്ഞു, മമ്മൂട്ടിയായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് കിട്ടാൻ നോക്കി. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കമ്മിറ്റി മെമ്പറൊന്നും അല്ലല്ലോ, നിങ്ങൾ അവിടെ പോയി ബന്ധപ്പെടും എന്ന് പറഞ്ഞ് പല ഒഴിവുകളും പറഞ്ഞ് മഞ്ഞളിക്ക് ഇത് കിട്ടിയില്ല, മെമ്പർഷിപ്പ് കിട്ടിയില്ല. അങ്ങനെ ഇത് ആ അമ്മയുടെ ആ ബിൽഡിങ്ങിൽ കയറി ഇറങ്ങി ഒരു 4-5 ചെരുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അവസാനം മൂപ്പർക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. ഈ 10000 പോയിട്ട് 2 ലക്ഷമായി. 2 ലക്ഷമായിട്ടും കിട്ടിയില്ല. ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നപ്പോൾ മൂപ്പര് അപേക്ഷ വയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയി റെഡിയായിട്ട് നിൽക്കുന്ന നേരത്താണ് അവിടെ തിക്കും തിരക്കും ബഹളൊക്കെ ആയിട്ട് രാജിവെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഏറ്റവും വലിയ ഗുരുതരമായുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജോൺസൺ മഞ്ഞളി ഒരു അപകടം പറ്റി. ഇത് ഒരു 4 ദിവസം മുമ്പ് ഒരു അപകടം പറ്റി. അപകടം വലിയ മേജർ അപകടം പറ്റിയത്. അദ്ദേഹം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജിംബോഡിയാണ്. മേജർ അപകടം പറ്റിയത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 എല്ലൊടിഞ്ഞു. ചന്തീര അവിടുത്തെ, നട്ടെല്ല് അവിടുത്തെ, അങ്ങനെ 3 എല്ലൊടിഞ്ഞ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ കിടക്കുക. ഇദ്ദേഹത്തിന് ഇപ്പോൾ ചികിത്സയ്ക്കും ഇനിയിപ്പോൾ ഒരു ഓപ്പറേഷൻ വേണത്തിന് കൂടി 5 ലക്ഷം രൂപ വേണം. ഈ പാവത്തിന് അന്ന് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചിലവ് ഇവർ അമ്മ എടുക്കും. അത് വലിയൊരു ഉപകാരമല്ലേ? പാവപ്പെട്ടവർ ഇതുപോലെ പല ആൾക്കാർക്കും, ഇതൊരാളെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇതുപോലെ പല ആൾക്കാർക്കും ഇതുപോലെ നടന്മാർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും 10 രൂപയ്ക്ക് വകുപ്പില്ലാത്തവരും മരുന്ന് മേടിക്കാൻ കാശില്ലാത്ത ആൾക്കാർ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ കൊണ്ട് മരുന്ന് മേടിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അമ്മ സംഘടന ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ മെമ്പർഷിപ്പ് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണോ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക. അവർക്ക് മെമ്പർഷിപ്പിൻ്റെ തുക വേണമെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കുക. അതാണല്ലോ ശരിക്കും പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അതാണല്ലോ. അങ്ങനെയല്ല ആവേണ്ടത്. ഈ സംഘടനയിൽ കിട്ടാണ്ടായപ്പോൾ ഈ സംവിധായകനാണ് ഈ മഞ്ഞളിക്ക് ഫെറ്റ്ക എന്ന് പറഞ്ഞുള്ള ഒരു സംഘടനയുണ്ട്. അതിൻ്റെ കീഴിൽ 18 സംഘടനകൾ വേറെയുണ്ട് ഈ പെപ്കയുടെ കീഴിൽ. എന്താ വെച്ചാൽ മേക്കപ്പുമാർക്കൊരു സംഘടന, ടെക്നീഷ്യന്മാർക്കൊരു സംഘടന, സംവിധായകർക്കൊരു സംഘടന. ആ സംഘടനയിൽ മൂപ്പര് ചേർന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അപകടം വന്നിട്ട് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവിടുന്ന് 10 പൈസ
കിട്ടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ജനറൽ സെക്രട്ടറി ഷിബു കുറ്റിമൂട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 പൈസ തരാൻ വഴിയില്ല. എന്തൊക്കെയോ പഴയ ഒരു എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം വെച്ചിട്ടൊക്കെയാണ് പറഞ്ഞതെന്നാണ് പറയണത്. നമുക്കറിയില്ല അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയില്ല. എന്നാലും ഇങ്ങനെയുള്ള വൈരാഗ്യങ്ങൾ കാണിക്കണം, ഇങ്ങനെയുള്ള അപകടങ്ങൾ പറ്റി കിടക്കുമ്പോഴോ ഒന്നുമല്ല. അമ്മ പുറത്താക്കി, അമ്മേനെ കയറ്റാനും പറ്റിയില്ല, അതുപോലെ തന്നെ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്വത്ത് എത്തിയില്ല എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഫുൾ ടൈം സിനിമാ നടനാണ്, ഫുൾ ടൈം സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളാണ്. ഇദ്ദേഹം യന്ത്ര മീഡിയ സ്ത്രീ സീരിയലൊക്കെ നടക്കുന്ന സമയത്ത് 4 സീരിയൽ അവിടെ നടക്കുന്നുണ്ട്. 4 സീരിയലിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഇദ്ദേഹം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഹെവി വർക്കാണ് മൂപ്പര് ചെയ്ത് പറഞ്ഞത്. സിനിമയുടെ എല്ലാ വിഭാഗങ്ങളും മൂപ്പർക്ക് അറിയാം. മൂപ്പര് സിനിമ എടുത്തിട്ടുണ്ട്, ഒരുപാട് സീരിയൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു വ്യക്തിയാണ്. പക്ഷെ എന്ത് ചെയ്യാം, അമ്മ സംഘടനയിൽ കയറാൻ പറ്റിയില്ല. ഇപ്പോൾ കയറിയ സംഘടന പെവക്കയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് അവിടെ നിന്ന് 10 പൈസ കിട്ടില്ല എന്ന് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ വാട്സപ്പ് വഴിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വഴി എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഒരു 1-2 പ്രൊഡ്യൂസർമാർ കുറച്ച് പൈസ മൂപ്പർക്ക് കൊടുത്തു, പേര് പോലും പറയണ്ടെന്ന് പറഞ്ഞിട്ട്. അത് നല്ല മനസ്സിൻ്റെ ഉടമകളാണ്, അത് നമുക്ക് അറിയാം. പക്ഷേ ഇങ്ങനെയുള്ള നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് അമ്മ സംഘടന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നടക്കുന്നവരും സിനിമയിൽ അഭിനയിച്ച് അവർക്ക് ഒരു കൈനീട്ടം എന്ന് പറയുന്ന പോലെ കിട്ടാനായിട്ട് അവരെ നിങ്ങൾ മെമ്പർഷിപ്പായിട്ട് എടുക്കണം, അംഗങ്ങളെ നിങ്ങൾ ചേർക്കണം. എന്തോരം നടന്മാർക്ക് ഇപ്പോൾ പുറത്ത് അംഗത്വം കിട്ടാണ്ട് നിൽക്കണമെന്നറിയാം. എത്ര പ്രാവശ്യം അമ്മയുടെ തിണ്ണ നിരങ്ങിയിട്ടും കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അംഗത്തിന് കൊടുക്കണം, അംഗങ്ങളായിട്ട് എല്ലാവരും ചേർക്കണം. ചെറിയ നടൻ വലിയ നടൻ എന്നും നോക്കരുത്. അഭിനയമാണ് അവരെ തൊഴിൽ, അഭിനയത്തോടാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് സംഘടനയിൽ സ്ഥാനം കൊടുക്കുക, അവർക്ക് കൊടുത്ത് അവരൊരു മെമ്പറായിട്ട് അവരവിടെ ഇരിക്കട്ടെ. ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാരെക്കാളും കഴിവുള്ള ആൾക്കാരായിരിക്കും അവരും കൂടുതൽ ചേർക്കുക. അമ്മേനെ കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായം മാത്രമുള്ളൂ. സിനിമയ്ക്ക് ഇങ്ങനെ ഒരു സംഘടന അത്യാവശ്യമാണ്. പിന്നെ ആ സംഘടനയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്, തൊഴുത്തിക്കൂത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു പുതുമയല്ല. എന്നിരുന്നാലും അമ്മ സംഘടന മോഹൻലാലൊക്കെ ശരിക്കും പറഞ്ഞാൽ ജീവത്യാഗം ചെയ്തുണ്ടാക്കിയുള്ള ഒരു സംഘടനയാണ്. അത് നിങ്ങൾ നശിപ്പിച്ച് കളയരുതെന്ന് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അത് അമ്മയായിട്ട് തന്നെ പോട്ടെ. അമ്മേരെ മക്കളാണ് എല്ലാവരും, അതിൽ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. എല്ലാവരെയും അമ്മേരെ മക്കളാക്കാനാണ് നമ്മൾ ഈ പറയുന്നത്. കഷ്ടപ്പെടുന്ന ജോൺസൺ മഞ്ഞളിക്ക് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ കാശില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ അമ്മ സംഘടനയിൽ ഇല്ലെങ്കിലും അവർ നടന്മാരാണ്, നടികളാണ്. അവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബൈലൊക്കെ മാറ്റി വെച്ച് അവർക്കും നിങ്ങൾക്ക് സഹായിക്കാവുന്നതേ ഉള്ളൂ. അതാണല്ലോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ 15 കോടി ആസ്തി, 20 കോടി രൂപ ആസ്തി, 30 കോടി രൂപ ആസ്തി എന്ന് അമ്മയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നടത്തുകൊണ്ടൊന്നും ആ വലിപ്പത്തിലൊന്നും ഒരു കാര്യമില്ല. നന്മ ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് നിങ്ങൾക്കും അതിൻ്റെ സംഘാടകർക്കും ബാക്കിയുണ്ടാവുക. ആ നന്മ ചെയ്തത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് അമ്മ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും അമ്മയുടെ ഒരു കൈനീട്ടം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക്